നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു? അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമവുമില്ലാതെ തന്നെ, മതപരമായും ഭൗതികപരമായിട്ടും ഒരു നിയമവുമില്ല, നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ പോലും നമുക്ക് ചെരുപ്പ് ധരിക്കാതെ കാണാൻ കഴിയില്ല. ആ ചോദിച്ചാൽ പറയും കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെരുപ്പോ ഷൂവോ ധരിക്കുന്നു. എന്നാൽ കാലൊന്ന് അനങ്ങണമെങ്കിൽ, ഒന്ന് ഇളക്കണമെങ്കിൽ തലയിൽ നിന്നൊരു മെസ്സേജ് കിട്ടണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ന്യൂറോ വാർഡുകളൊന്ന് സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും. തലക്കേറ്റ പരിക്ക് കൊണ്ട് അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇളക്കാൻ പറ്റാത്ത ആളുകൾ, ഇതിൽ നിന്നൊക്കെ തലച്ചോറിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. വിനോദ മേഖലയിലും മറ്റും എത്തിപ്പെടുന്ന വളരെ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ മേഖലയിൽ എത്തിപ്പെടുന്ന ആളുകൾ പലപ്പോഴും ചില പാകപ്പിഴവുകൾ മൂലം അപകടങ്ങളിലേക്ക് വഴി മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കണ്ണീരിന്റെ നിമിഷങ്ങളായി മാറുന്ന സാഹചര്യം നിലവിലുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കെല്ലാവർക്കും തിരക്കാണ്. പക്ഷെ പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുന്നത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ നിമിഷത്തെ അശ്രദ്ധയാണ് പലപ്പോഴും അപകടത്തിലേക്ക് മാറുന്നത്. നമുക്കറിയാം, ലോകത്ത് ഒരു വർഷത്തിൽ 12 ലക്ഷം മുതൽ 13 ലക്ഷം വരെ ആളുകൾ ഓരോ വർഷവും വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ഇത് ലോകത്തിന്റെ മാത്രം കണക്കായതുകൊണ്ട് നമുക്ക് യാതൊരു ബേജാറും ഇല്ല സത്യത്തിൽ. പക്ഷെ ഈ കണക്ക് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഒരു വർഷത്തിൽ 1,60,000 പേരാണ് ഇന്ത്യ രാജ്യത്ത് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. മരണം ആർക്കും താല്പര്യമില്ല. എത്ര തിരക്ക് പിടിച്ച ആളുകളായാലും പോലും അവരുടെ ജീവിതത്തിൽ എനിക്ക് സാവധാനം മതി എന്ന് പറയുന്ന സാധനം മരണം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ അപകട കണക്കുകൾ മുന്നോട്ട് വെച്ച് ഓരോ വർഷവും ആവർത്തിച്ചുണ്ടാകുന്ന കണക്കുകൾ. പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ മരണപ്പെടുന്നുണ്ട്. അസുഖം മൂലം മരണപ്പെടുന്നുണ്ട്, ദുരന്തങ്ങൾ മൂലം, പ്രകൃതി ദുരന്തങ്ങൾ മൂലം മരണപ്പെടുന്നുണ്ട്, പകർച്ചവ്യാധികൾ മൂലം മരണപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഓരോ വർഷവും ആവർത്തിച്ചുണ്ടാകുന്ന മരണമല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ കോവിഡ് മൂലം പല ആളുകളും മരണപ്പെട്ടു. എല്ലാ വർഷവും കോവിഡ് ഉണ്ടാകുന്നില്ല. ഇവിടെ ഈ അപകട മരണം എന്ന് പറയുന്നത് എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന കണക്കായതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള ടൂറിസ്റ്റ് മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അപകടത്തിൽ ഇഴയുന്ന വാഹനം എന്ന് പറയുന്നത് ഇരുചക്ര വാഹനമാണ്, മോട്ടോർ സൈക്കിളാണ്. 60% അപകട മരണങ്ങളും മോട്ടോർ സൈക്കിളിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഈ 60% മോട്ടോർ സൈക്കിളിൽ എന്തുകൊണ്ട് ഇത്രയും അപകടങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ഇത്ര സൗകര്യപ്രദമായ ഒരു വാഹനവും വേറെയില്ല. നമുക്ക് എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഇത്തരം സൗകര്യമുള്ള വാഹനം മോട്ടോർ സൈക്കിളിൽ അത്ര സൗകര്യമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു മോട്ടോർ സൈക്കിളിന് 2 വീലറിന് 2 ചക്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ആ വാഹനത്തിൽ കയറുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം. 2 ചക്രം എന്ന് പറയുന്നത് ഒരേ സമയത്ത് 2 പോയിന്റ് മാത്രമേ ഭൂമിയിൽ തട്ടുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 പോയിന്റിൽ ഒരു വസ്തുവിന് സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തണം. മറ്റെല്ലാ വാഹനങ്ങളിലും നമ്മൾ വാഹനത്തിന് അകത്ത് കയറുമ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ വാഹനത്തിന് പുറത്താണ് കയറുന്നതെന്നുള്ള ഓർക്കുക. കാറിന്റെ പുറത്ത് കയറി നമ്മൾ ആരും പറയാറില്ല, മോട്ടോർ സൈക്കിളിന് അകത്ത് കയറി നമ്മൾ ആരും പറയില്ല. എന്താണ് അകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അകം എന്ന് പറയുന്നത് നമുക്ക് സുരക്ഷാ കവചമുണ്ട്, നേരെ മറിച്ച് പുറത്ത് കയറുമ്പോൾ നമുക്ക് സുരക്ഷാ കവചമില്ല. ഈ സുരക്ഷാ കവചമില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. ലോകത്തുള്ള അപകടത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് ഇന്ത്യയിലല്ല, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിന് പ്രധാന കാരണക്കാരൻ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ മോട്ടോർ സൈക്കിളിലൂടെ യാത്ര ചെയ്യുന്നവർ അതിനാവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമായും പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇവിടെ ചെരുപ്പിടാത്തവർ ആരെങ്കിലും ഉണ്ടോന്ന്? നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു? അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമവുമില്ലാതെ തന്നെ,
മതപരമായും ഭൗതികപരമായിട്ടും ഒരു നിയമവുമില്ല. നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ പോലും നമുക്ക് ചെരുപ്പ് ധരിക്കാതെ കാണാൻ കഴിയില്ല. ആ ചോദിച്ചാൽ പറയും കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെരുപ്പോ ഷൂവോ ധരിക്കുന്നു. എന്നാൽ കാലൊന്ന് അനങ്ങണമെങ്കിൽ, ഒന്ന് ഇളക്കണമെങ്കിൽ തലയിൽ നിന്നൊരു മെസ്സേജ് കിട്ടണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ന്യൂറോ വാർഡുകളൊന്ന് സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും. തലക്കേറ്റ പരിക്ക് കൊണ്ട് അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇളക്കാൻ പറ്റാത്ത ആളുകൾ, ഇതിൽ നിന്നൊക്കെ തലച്ചോറിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഈ തലച്ചോറ് ഏത് രൂപത്തിലാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ദൈവം തമ്പുരാൻ തന്നെ ഉറച്ച ഒരു തലയോട്ടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ തലയോട്ടി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്പീഡിൽ നടക്കുമ്പോൾ 3 to 4 km/h സ്പീഡിൽ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തലയോട്ടി നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുകയുള്ളൂ. നമ്മൾ വാഹനത്തിൽ ഓടുന്ന എത്ര സ്പീഡാ, അതിനകത്ത് എത്രയെ കിട്ടുന്നു ആ സ്പീഡിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 പോയിന്റിൽ സഞ്ചരിക്കുന്ന ഒരു സാധനം ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആദ്യം തറയിൽ തട്ടുന്ന ഭാഗം മുകളിലുള്ള ഭാഗമാണ്. മുകളിലുള്ള ഭാഗം നമ്മുടെ തലയാണ്. ആ തറയിൽ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ന്യൂറോ വാർഡുകളിലും ഭൂരിഭാഗം ആളുകളുടെ മരണത്തിലും കലാശിക്കുന്നത്. അതുകൊണ്ടാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. നിങ്ങളോട് പറയാണ്, ഹെൽമറ്റിന്റെ കാര്യത്തിൽ 1 രൂപ പോലും നിങ്ങൾ ആരും പിഴ അടക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 1 രൂപ പോലും പിഴ അടക്കരുത്. സർക്കാരിന് സംഭാവന കൊടുക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ പിഴയിനത്തിൽ നിങ്ങൾ ആരും അടക്കരുത്. അതിന് പകരം നിങ്ങൾ നിയമം അനുസരിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും പല നിയമങ്ങളും അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ സന്തോഷ നിമിഷത്തിൽ, ആനന്ദ നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് റോഡ് നിയമങ്ങൾ പാലിക്കുക, വേഗത കുറക്കുക. ഒരിക്കലും എത്താതിരിക്കുന്നേക്കാൾ നല്ലതാണ് അല്പം വൈകി എത്തുന്നതിനുള്ള മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ ഓർക്കുക. സഹിഷ്ണുതയോടുകൂടി പെരുമാറുക. എപ്പോഴും റോഡിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നാൽ മറ്റുള്ള ഡ്രൈവർ നമ്മുടെ ശത്രുവാണ്. അത് മാറ്റിയെടുത്തേ മതിയാവൂ. സൗഹാർദ്ദത്തോടുകൂടി റോഡിൽ വാഹനം ഓടിച്ചാൽ ഡ്രൈവറുടെ മനസ്സ് എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റെ മനസ്സാവണം. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ആ പഹലേ എന്ന, താങ്കൾ ആദ്യം എന്ന മുദ്രാവാക്യം നമ്മൾ കൊടുക്കുന്നത്. ഡ്രൈവർ സീറ്റിൽ നമ്മുടെ മനസ്സിൽ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ ആദ്യം പൊയ്ക്കോ എന്നൊരു മുദ്രാവാക്യം നമുക്കുണ്ടെങ്കിൽ ഒരാളും ഓവർടേക്ക് ചെയ്താൽ നമ്മുടെ പ്രഷർ കയറില്ല. ഒരാളും എതിരെ വന്നാൽ നമ്മുടെ പ്രഷർ കയറില്ല. ഒരാളും ബാക്കിൽ നിന്ന് ഓണടിച്ചാൽ നമ്മുടെ പ്രഷർ കയറില്ല. നമ്മുടെ മനസ്സിലുള്ള മുദ്രാവാക്യം താങ്കൾ ആദ്യം എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം റോഡ് സുരക്ഷാ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത്. ഇന്ന് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ മൊബൈലിൽ ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ്, മെഴുകുതിരി കത്തിക്കാൻ നമുക്ക് ഈ കാറ്റ് അനുവദിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് ഇതിനോട് സഹകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ